പത്മഭൂഷൺ എന്ന തരികിട. പത്മ പുരസ്കാരങ്ങൾ രാജ്യം നൽകുന്ന ആദരമാണ്. പക്ഷെ അവയും ചിലപ്പോൾ കാർട്ടൂണിന് പറ്റിയ ചേരുവയാകാം. ഇത്തവണത്തെ പുരസ്കാരങ്ങളിൽ കേരളീയരുടെ എണ്ണം കണ്ട് പലരും അമ്പരന്നു. പത്മ പുരസ്കാരങ്ങൾ 3/4 ഡസനോളം കേരളത്തിന്. VS അച്യുതാനന്ദനും വെള്ളാപ്പള്ളി നടേശനും അടക്കം. ഒരു കൗതുകം പത്രങ്ങൾ ശ്രദ്ധിച്ചു. പത്മ പുരസ്കാരങ്ങൾക്ക് സംസ്ഥാനം സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ VSഉം വെള്ളാപ്പള്ളിയും ഇല്ലായിരുന്നു. അപ്പോൾ കേരളം ആഘോഷിച്ചത് യൂണിയൻ സർക്കാർ കരുതലോടെ സമ്മാനിച്ച പത്മപ്രഭയാണ്. ഇത് സംസ്ഥാനത്തിനുള്ള തെരഞ്ഞെടുപ്പ് കോഴയാണ് എന്ന നിഗമനത്തിലാണ് കാർട്ടൂണിസ്റ്റ് സതീഷ് ആചാര്യ. തെരഞ്ഞെടുപ്പ് ലിസ്റ്റുമായി കേരളത്തെ കാണുന്ന പ്രധാനമന്ത്രിയോട് കേരളം പറയുന്നത് വോട്ടിനു വേണ്ടി പണം തന്ന് വശീകരിക്കാൻ നോക്കേണ്ട എന്നാണ്. പക്ഷേ പത്മ പുരസ്കാരമാണെങ്കിൽ വശീകരണമാകാം. പുരസ്കാരങ്ങളെ മതിമറന്ന് ആഘോഷിച്ച മാധ്യമങ്ങൾ അതിലെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞില്ല എന്ന സൂചന ഇതിലുണ്ട്. ഇത് മാത്രമല്ല, വേറെയുമുണ്ട് പത്മ വിശേഷം. ദിവസങ്ങൾക്ക് മുൻപ് പത്രങ്ങൾ NSS SNDP ഐക്യം പ്രാധാന്യപൂർവ്വം കൊണ്ടാടിയിരുന്നു. ഐക്യം കേരള രാഷ്ട്രീയത്തിൽ ചലനമുണ്ടാക്കും എന്നും പറഞ്ഞു വെച്ചു. ഐക്യത്തിന് കാരണം ആശയപരമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശനോടുള്ള വിരോധം മാത്രം. ആശ്ചര്യകരവും അയുക്തികവുമായ ചേർച്ച. പക്ഷേ 8ാം ദിവസം വരുന്ന വാർത്ത NSS ഐക്യത്തിൽ നിന്ന് പിന്മാറിയെന്ന്. വെള്ളാപ്പള്ളിയുടെ നീക്കത്തിൽ തരികിട തോന്നി എന്ന് NSS ജനറൽ സെക്രട്ടറിയുടെ വിശദീകരണം. BJP പാളയത്തിലേക്ക് NSSനെ എത്തിക്കാനുള്ള ശ്രമം തിരിച്ചറിഞ്ഞു. തുഷാർ വെള്ളാപ്പള്ളിയെ ചർച്ചയ്ക്ക് നിയോഗിച്ചതും വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ നൽകിയതും തരികിടയായി. അങ്ങനെ പത്മ പുരസ്കാരത്തിൻ്റെ രാഷ്ട്രീയം കൂടി വെളിപ്പെട്ടു. പത്മഭൂഷണല്ല, പത്മപാഷാൺ. VR രാഗേഷിൻ്റെ കാർട്ടൂൺ, ഗോപികൃഷ്ണൻ്റെ കാർട്ടൂൺ. വിവാഹ മണ്ഡപത്തിൽ വെച്ച് തരികിട തിരിച്ചറിഞ്ഞ വധുവിന് ഇറങ്ങിപ്പോവുകയല്ലാതെ എന്ത് വഴി? ബജറ്റ് വന്നു. അതിൻ്റെ വാർത്തകളെ പത്രങ്ങൾ രസകരമാക്കുന്നത് ചിത്രീകരണങ്ങളും കാർട്ടൂണുകളും വഴിയാണ്. ഇതാ സംസ്ഥാന ബജറ്റിൻ്റെ ചില റിപ്പോർട്ടുകൾ. മാതൃഭൂമി: മന്ത്രിയുടെ മനസ്സിലുള്ളത് വോട്ടാണ്. മലയാള മനോരമ: സുരക്ഷാപാതയല്ല, തുടർഭരണപാത. വാഗ്ദാനങ്ങൾ നടപ്പാക്കേണ്ടി വരിക അടുത്ത സർക്കാർ. സാർവത്രിക ക്ഷേമമെന്ന് ജനയുഗം. മന്ത്രി ബാലഗോപാലിൻ്റേത് ബാലവിദ്യ. സുപ്രഭാതം. സർവം ക്ഷേമം ദേശാഭിമാനി. സർവം ക്ഷേമം കേരള കൗമുദി. സർവം മായ മാധ്യമം. സർവം മായ പറ്റിക്കൽ ബജറ്റ് ചന്ദ്രിക. തുടർച്ചയ്ക്കും ക്ഷേമത്തിനുമുള്ള ബജറ്റ് എന്ന് സിറാജ്. വയോജനങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികൾ കാത്തിരിക്കുന്ന വയോരാഷ്ട്രീയക്കാർ. മാതൃഭൂമി കാർട്ടൂൺ. പഴയ ഓട്ടോറിക്ഷകൾ പൊളിച്ച് ഇലക്ട്രിക് ഓട്ടോ വാങ്ങുന്നവർക്ക് ബോണസ്. പഴയ വണ്ടി പൊളിക്കുക തന്നെ. മാതൃഭൂമി. ഖജനാവിൽ പണമില്ലല്ലോ എന്ന് VD സതീശൻ. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു. മനോരമ കാർട്ടൂൺ. കേരയിൽ എന്ന പേരിൽ പിടിവാശിയില്ലെന്ന് മന്ത്രി. കുറ്റി മഞ്ഞ തന്നെ വേണമെന്നില്ല, കാവ്യായാലും മതിയെന്ന് മാധ്യമം കാർട്ടൂൺ. സ്ഥിരം നാടക കേന്ദ്രത്തിന് 2 കോടി നീക്കിവെച്ചതിനെക്കുറിച്ച് കൗമുദി കാർട്ടൂൺ. ലാസ്റ്റ് ബെല്ലോടെ നാടകം വീണ്ടും ആരംഭിക്കുമെന്ന് സർക്കാർ. കർട്ടനിട് എന്ന് പ്രതിപക്ഷം. ബജറ്റുകൾക്ക് യാഥാർത്ഥ്യബോധമോ ഫലപ്രാപ്തിയോ ഇല്ലെങ്കിലെന്ത്? മാധ്യമങ്ങളുടെ അവതരണത്തോടെ അവ എന്തെങ്കിലുമൊക്കെ ആകും. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും mediascan@mediaonetv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് മീഡിയ 1 വെബ്സൈറ്റ് സന്ദർശിക്കുക.